നല്ല ക്ഷീണമുണ്ടല്ലോ. എങ്കിൽ നേരത്തെ കിടന്ന് ഉറങ്ങിക്കോ. ഇതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പിശാച്, ഈ പിശാച് എന്റേതാകും. ഓ ജൂലി, നീ അവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? എവിടെ പോയി? ഡ്രാഗോ, നിങ്ങളുടെ ഉറക്കം ഞാൻ കെടുത്തിയോ ചാൻ? എങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എടുത്തിട്ട് പോ, ഞാൻ വെള്ളത്തേക്ക് പോവാം. അപ്പോഴേ ഡ്രാഗോയെ പിടിക്കാൻ പറ്റുള്ളൂ. ജൂലി, നീ ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി. എന്റെ സഹായം ഇല്ലാതെ പോകാൻ പറ്റില്ല. സെക്ഷൻ 30ലേക്ക് വന്നിരിക്കുന്നത് വീണ്ടും അകത്തേക്ക് കടക്കാനാണോ? അത് നീ സ്വപ്നത്തിൽ പോലും കരുതണ്ട ചാൻ. ഞാൻ ചിലരെയൊക്കെ പൊരിച്ചെടുക്കാൻ വന്നതാ. വേഗം വാ, വേഗം വാ. നിനക്ക് രക്ഷപ്പെടാനാവില്ല ഡ്രാഗോ. നിന്റെ കളി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞെന്നോ? പക്ഷെ ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കിക്കോ. അതെ ചീഫേ, സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു തോന്നുന്നു. ചുറ്റി വളഞ്ഞു ഒന്നിലധികം പേർ. ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ അച്ഛൻ ചെയ്ത തെറ്റ് ഞാൻ ആവർത്തിക്കുന്നില്ല. ഞാൻ ഏറ്റവും നല്ല, ഏറ്റവും ഭീകരന്മാരായ അനുയായികളെ കണ്ടെടുക്കും. എന്നിട്ട് എന്റെ ലക്ഷ്യം നിറവേറ്റും. നമ്മുടെ ഈ യൂണിറ്റിന് ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഈ പിശാച് സുരക്ഷിതരായിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ ഒന്ന് ജോലി ചെയ്യാൻ അനുവദിക്കൂ. ഹലോ, ആർക്കെങ്കിലും എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഗുഡ് മോർണിംഗ് ജൂലി. അത് മാത്രമേ പറയാനുള്ളൂ. ഈ ദിവസത്തിന്റെ പ്രത്യേകത അറിയില്ലേ? ഇപ്പോഴാ എനിക്ക് എന്റെ മുടി വെട്ടാനുള്ള ദിവസമാണ്. എന്താ അങ്കിൾ, ഇന്ന് എന്റെ ബർത്ത്ഡേ ആണെന്ന് അറിയില്ലേ? ഇന്ന് എനിക്ക് കേക്ക് വാങ്ങിച്ചു തരണം, ചോക്ലേറ്റ് വാങ്ങിച്ചു തരണം, പിന്നെ ഐസ്ക്രീം. എന്നോട് ക്ഷമിക്കണം ജൂലി. സെക്ഷൻ 13 ഇന്ന് രാവിലെ മുതൽ ഭയങ്കര കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. നിന്റെ ബർത്ത്ഡേ നമുക്ക് പിന്നീട് ഒരു ദിവസം ആഘോഷിച്ചാലെന്താ? പിന്നെ ആഘോഷിക്കാമെന്നോ? അത് നീ കുറച്ച് ദിവസം കാത്തിരിക്കെ. അടുത്തത് 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 മണ്ണുണ്ണികൾ ഒരുത്തനും കൊള്ളില്ല. കോമാളികൾ. എനിക്ക് അനുയായികളെ വേണം. എല്ലാം തകർത്തു തരിപ്പണമാക്കുന്ന അനുയായികളെ. ഇനി ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ ആ എൻഫോഴ്സസിനെ പറഞ്ഞയക്കാൻ പാടില്ലായിരുന്നു. അത് ശരിയാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. ഞങ്ങളുടെ സ്വാമർത്ഥ്യം കാണണ്ടേ? ഞങ്ങളെയൊക്കെ സെലക്ട് ചെയ്തല്ലോ അല്ലേ? എന്താ നിന്റെ പേര്? ഞാൻ സ്ട്രൈക്ക് മാസ്റ്റർ ഐസ്. ഇതെന്റെ ഗ്രൂപ്പ് DJ ഫിസ്റ്റ്. ഇത് MC കോബ്ര. നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ.
അവൻ അടുത്തെത്തി. നമുക്ക് പോകാം. ഒന്ന് നിൽക്കണേ, ഞങ്ങൾ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാറില്ല. ഞങ്ങളുടെ സേവനം വേണമെങ്കിൽ പച്ച നോട്ട് നിങ്ങൾ കാണിച്ചു തരേണ്ടി വരും. എന്താണത്? ഇപ്പോൾ എന്റെ അഗ്നിശക്തിയിൽ കുറച്ച് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഡ്രാഗൺ സ്പീഡ്, ഡ്രാഗൺ സ്ട്രെങ്ത്, ഡ്രാഗൺ ബ്രത്ത്. ഞങ്ങൾ ജോലി ചെയ്യും. എന്നാൽ തുടങ്ങിക്കോ. ചീഫ് പിശാചിനെയാണ് നമുക്ക് വേണ്ടത്. ഈ കണ്ടെയ്ൻമെന്റ് യൂണിറ്റ് എന്റെ നിയന്ത്രണത്തിലാണ്. ഈ ചീഫ് പിശാചിന് ഇവിടുന്ന് രക്ഷപ്പെടാനാവില്ല. ഡ്രാഗോ ഇനിയും ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഹീറ്റ് ആൻഡ് മോഷൻ സെൻസേഴ്സ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി പേടിക്കേണ്ടി വരില്ല. എന്നാ പിന്നെ ജോലിയുടെ ബർത്ത്ഡേ ആഘോഷത്തിനുള്ള പരിപാടി നോക്കാം. എനിക്ക് ആദ്യം വേണ്ടത് പിസയോ ബർഗറോ അല്ല, സമ്മാനങ്ങൾ തുറന്നു നോക്കാം. എനിക്ക് ബർത്ത്ഡേ പാർട്ടി ഇഷ്ടമാണ്. ചീഫ് പിശാച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു. എല്ലാം കൊളായി എന്ന് തന്നെ വേണോ? അതാ ആ കാണുന്നതാണ് ചീഫ് പിശാച്. അനശ്വരമായ പുഷ്പം ചീ എന്ന പിശാചിനെ ഇതിനകത്താണ് തളച്ചിട്ടിരിക്കുന്നത്. ഇത് സാന്റിയാറോയിലെ കോർണറ്റ് ബ്രിഡ്ജ് അല്ലേ? എന്നോട് ക്ഷമിക്കണം ജൂലി, നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അത് സാരമില്ല, നമുക്ക് സാന്റിയാഗോയിൽ ആഘോഷിക്കാം. അല്ല, അത് കുറച്ച് അപകടമാണ്. നീ ഇവിടെ തന്നെ അങ്ങ് നിന്നാ മതി. അപകടമോ? ബോധികളോട് ഇങ്ങനെ പെരുമാറാ? ചീഫ് പിശാച് ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. എന്നാ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ദേ ഈ പൂവാണ്. ചീഫ് പിശാച് ഈ മുറിക്കകത്ത് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അല്ല, ഇത് പൂവിന്റെ പുതുമ പരിശോധിക്കുന്ന യന്ത്രമാണ്. അങ്കിള് ചില പൂക്കൾ മാത്രമേ പരിശോധിക്കാറുള്ളൂ. ഞാനും. എനിക്കൊരു പൂ വേണം, ചീഫ് പിശാചിന്റെ വാസനയുള്ളത്. ഡ്രാഗോ, അത് പിന്നെ സ്ട്രൈക്ക് മാസ്റ്റർ ഐസോ? ഹേയ്, ഇവര് 3 പേര് എങ്ങനെ ഡ്രാഗോടൊപ്പം കൂടിയത്? ഹേയ്, ചാനിനെ ആക്രമിക്കുന്നതിനെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ചാൻ, എനിക്ക് എന്റെ കൈ ധരിക്കുന്നു. നമുക്കൊരു കൈ നോക്കിയാലോ? ചീക്ക് എന്നെ ഇഷ്ടമാണ്, ചീക്ക് എന്നെ ഇഷ്ടമല്ല. വേഗമാകട്ടെ അങ്കിൾ. ഏയ്, പൂക്കളെടുത്ത് നോക്കുന്നത് നിർത്ത്. നിന്റെ ഫ്യൂണറൽ അടുത്തു. രക്ഷപ്പെട്ടോ? പൂക്കൾ അലർജിയാണല്ലേ? അല്ല, ഇതുമല്ല, ഇതുമല്ല, അല്ല, അല്ല, ഇത് തന്നെയാണ്. എനിക്ക് വേണ്ടി നിങ്ങളത് ചെയ്യരുതായിരുന്നു. ഇത് അങ്കിളിനെ കൊണ്ടുവന്നതാ. യുമഗഗ ബൈജിജ, യുമഗഗ ബൈജിജ. യുമഗഗ ബൈജിജ, യുമഗഗ ബൈജിജ. No! എന്റെ ചെടിച്ചട്ടികൾ. ഇയാൾക്ക് നഷ്ടപരിഹാരം കൊടുത്തേക്ക്. പൂവിന്റെ പ്രശ്നം കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം. ബർത്ത്ഡേ ആഘോഷിക്കാൻ ഈ 10 മണിക്കൂർ കൂടിയുണ്ട്. നിന്റെ പിറന്നാൾ സദ്യ ഉണ്ണാൻ സമയമാകുമ്പോ നമ്മൾ വീട്ടിലെത്തിയിരിക്കും. അയ്യോ, ഓ, അടുത്ത ഭൂതം എത്തിക്കഴിഞ്ഞല്ലോ. എന്റെ ഒരു നിർഭാഗ്യം. എന്റെ കാര്യത്തിൽ സഹതാപമുണ്ട് ജോലി. നീ പിറന്നാൾ ആഘോഷിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. എന്ത് ചെയ്യാനാ? എത്രയും നേരം തമാശ കളിക്കായിരുന്നു. നിങ്ങളെല്ലാവരും കോമാളികളാണോ? നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്തത്ര ശക്തി തന്നിരുന്നു ഞാൻ. ആ ശക്തി കൊണ്ടൊരു തടിയനെയും ഒരു പീക്കിരി പെണ്ണിനെയും ഒരു കിളവനെയും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലേ? ഞാൻ ഇയാള് വീണ്ടും തുടങ്ങിയല്ലോ. നിങ്ങൾക്കെല്ലാവർക്കും ഒരവസരം കൂടി ഞാൻ തരുന്നു.
വലിയ സമ്മാനമൊന്നും തരാൻ പറ്റിയില്ലെങ്കിലും ഇതാ ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് ഭീമ. മൂഞ്ചി പിശാചതാ അവിടെ. ഓ, ഓ, ഓ. ജൂലി, നീ ഇവിടെ തന്നെ നിൽക്കണം. ഇതിൽ ചീപ്പ് പിശാചിന്റെ വാസനയുണ്ട്. ആ താമരയുടെ അടുത്തുനിന്ന് മാറുന്നത് നല്ലത്. ജൂലി, എന്താ ഇത്? ഞാൻ നിങ്ങളുടെ അസിസ്റ്റന്റ് ആണ്. ചീപ്പ് പിശാച് ഇവിടെ നിൽക്കട്ടെ, നീ പോയിക്കോ. അത് നമുക്ക് കാണാം. കുറച്ചു മുമ്പ് അത് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മൂഞ്ചി പിശാചിനും ഗ്രാവിറ്റി നിയന്ത്രിക്കാനുള്ള ശക്തി ഉണ്ട്. അങ്കിൾ, ആദ്യം നമ്മൾ പാൻഡയെ ആകാശത്തിന് താഴെ ഇറക്കാം. ഹേയ്, ഇവിടെ നോക്ക്. പഞ്ഞിമിഠായ നല്ല രസവാ. ഇന്ന് ഓ, ഓ, ഇത് നിനക്കുള്ളതല്ല. ഓ, ഓ. നിന്നെ ഞാൻ പിന്നെ കണ്ടോളാം പെണ്ണെ. ഓ, ഓ, ഓ. അവരെതിലെയാണ് പോയത്? അയ്യോ, അയ്യോ, എന്നെ രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കണേ! രക്ഷിക്കണേ! അയ്യോ, രക്ഷിക്കോ, എന്നെ രക്ഷിക്കോ! അങ്കിൾ, ആ പാണ്ഡേ, നിങ്ങളൊന്നും ചെയ്യരുത്. ഹായ്, നല്ല പാന്റ് അല്ലേ? എന്റെ അടുത്തേക്ക് വാ. നീ കൃത്യസമയത്ത് എത്തി ഭീമ. വേഗം മുന്നോട്ട് പോ. ആരും വിഷമിക്കണ്ട, നിങ്ങൾക്ക് പിന്നീട് കയറാൻ കേട്ടോ. ഓ, പാൻഡ ഇപ്പോഴും ആകാശത്ത് തന്നെയാ. ചീപ്പ് പിശാചിനെ ഇല്ലാതാക്കിയാൽ ആ പാണ്ഡ താനെ താഴേക്ക് ഇറങ്ങിക്കോളും. ഹേ പാൻഡ, ഇത് കണ്ടോ? ഇത് പഞ്ഞിമിഠായ. ഇത് തന്ന ആ ചീപ്പ് പിശാചിനെ തരുമോ? അത് കളക്കി. ഇനി ജൂലിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ പോവാണ്. എനിക്കിതിനെ പേടിയാണ് അങ്കിൾ. ഈ കണ്ടെയ്നറിൽ ഒരു പ്രാവശ്യം ഒരു ശക്തിയെ മാത്രമേ അടക്കി വെക്കാൻ സാധിക്കൂ. ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് കളിക്കാൻ പോവുകയാണ്. ഈ പിശാചിനെ ഡ്രാഗോ പിടിച്ചു വെക്കുന്നതിന് മുമ്പ് നീ വിശ്വരൂപം പ്രാപിക്കേണ്ടതാണ്. രൂപം മാറണമെങ്കിൽ ഞാൻ രൂപം മാറാം. എനിക്ക് അനുഭവമുണ്ട്. ജാക്കി, ഇന്ന് എന്റെ പിറന്നാളാണെന്ന് അറിയില്ലേ?
ഇതൊരു 2-in-1 സ്പെഷ്യലാ. No. ഓ ഒരു തെരിപ്പോ. ജാക്കി, ഡ്രാഗോ നിന്നെ തൊടാൻ സമ്മതിക്കരുത്. അവൻ ചീഫ് പിശാചിനെ ചോർത്തിയെടുക്കാൻ നോക്കും. ഞാൻ നിന്നെ തൊടുമെന്ന് മാത്രമല്ല ചാൻ, ചുട്ട് കരിക്കുകയും ചെയ്യും. ഞാൻ തന്നെയാണോ അത് ചെയ്തത്? സംശയമില്ല. എർത്ത് ചീഫ് പിശാചിന്റെ ശക്തിയാണ് നിനക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. സഹായിച്ചു കഴിഞ്ഞില്ലേ, ഇനി എന്നെ സഹായിക്ക്. കൊച്ചുവനെ, ഞങ്ങളെ പോലുള്ള മുതിർന്നവർ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ നീ? നിങ്ങളെ കണ്ട് ഞാൻ പേടിക്കണമെന്നാണ്. നിനക്ക് അതിന് മാത്രം ധൈര്യമുണ്ടോ വേണേ? എന്നാ അതൊന്ന് കാണട്ടെ. ഹേയ് ചാൻ, എന്നെ പിടിച്ചോ. അങ്കിൾ, ഈ ഡിറ്റക്ടർ നിങ്ങൾ റെഡിയാക്കി കഴിഞ്ഞോ അങ്കിൾ? അങ്കിളിനെ പണി പഠിപ്പിക്കല്ലേ. കുഴിക്കകത്തിട്ട് നിന്നെ കത്തിക്കട്ടെ. കുഴിച്ച് കുഴിച്ച് നിനക്കിപ്പോ ദാഹിക്കുന്നുണ്ടാവുമല്ലേ? ദാഹമകറ്റാൻ ജ്യൂസ് തരട്ടെ. എന്താ അത്? നിന്നെ അങ്ങനെ വിടാൻ പോകുന്നില്ല. എന്റെ പെരുന്നാൾ നീ നശിപ്പിച്ച ഇന്ന വെച്ചോ. വാ പാൻഡ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാം. അത് ശരി, നിങ്ങൾ ദേഷ്യത്തിലാണല്ലേ? നാലെണ്ണം പോയി, 4 കൂടി ഉണ്ട്. 4 മിനിറ്റും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബർത്ത്ഡേ ഗേളിന്റെ പിറന്നാൾ ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. അവൾ നല്ല ഉറക്കത്തിലാണ്.